കോവിഡ് കണക്കുകൾ വന്നിരിക്കുന്നു. സംസ്ഥാനത്തെ 8553 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ കണക്കുകളാണ്. 9000 കടന്നതാണ് സംസ്ഥാനത്തെ കോവിഡ് പ്രതിദിന കണക്കുകൾ. ഉമേഷ് ബാലകൃഷ്ണൻ ചേർന്നു. ഉമേഷ്, കൃത്യമായ രീതിയിലുള്ള പരിശോധന അളവുകളിൽ കുറവൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണോ അനുമാനിക്കാൻ? പുതിയ കണക്കിന്റെ വിശദാംശങ്ങളിലേക്ക്. 9000 കടന്ന ദിവസം ഉണ്ടായിരുന്ന പരിശോധനയുടെ അത്ര പരിശോധന ഇന്ന് നടന്നിട്ടില്ല. കാരണം അന്ന്, അതായത് 2 ദിവസം മുൻപ് 9000 കടന്നപ്പോൾ സംസ്ഥാനത്ത് 63,000-ലധികം പരിശോധന നടത്തിയിരുന്നു. ഇന്ന് നടത്തിയിരിക്കുന്നത് 58,727 പരിശോധനകൾ മാത്രമാണ്. ഇത്രയും പരിശോധന നടത്തിയപ്പോഴാണ് 8553 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ന് കോവിഡ് മുക്തി നേടിയിരിക്കുന്നവരുടെ കണക്കും ഉയർന്നു തന്നെയാണ്. 4851 പേർ ഇന്ന് കോവിഡ് മുക്തരായിട്ടുണ്ട് എന്നുള്ള കണക്കുമുണ്ട്. എന്തായാലും വിശദമായി പരിശോധിച്ചു കഴിഞ്ഞാൽ 2 ജില്ലകളിൽ 1000-ലധികം കോവിഡ് രോഗികളുണ്ട്. ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ കോഴിക്കോട് ജില്ലയിലാണ്. 1164 കോവിഡ് രോഗികൾ കോഴിക്കോട് ജില്ലയിലുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 1119 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം ജില്ലയിൽ 952 പേർക്കും, കൊല്ലം ജില്ലയിൽ 866 പേർക്കും, തൃശൂർ ജില്ലയിൽ 793 പേർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് 792, കണ്ണൂർ 555, ആലപ്പുഴയിൽ 544 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. പാലക്കാട് 496 പേർക്കും, കോട്ടയത്ത് 474 പേർക്കും, പത്തനംതിട്ടയിൽ 315 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാസർഗോഡ് 278, വയനാട് 109, ഇടുക്കിയിൽ 96 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുൻപ് 4 ജില്ലകളിൽ 1000-ലധികം കോവിഡ് രോഗികൾ ഉണ്ടായിരുന്ന സാഹചര്യമാണ്. ആ സാഹചര്യത്തിനാണ് ഇപ്പോൾ മാറ്റം വന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 900-നും ഇടയിൽ കോവിഡ് രോഗികൾ ഉണ്ടായിരുന്ന മലപ്പുറത്ത് ഇന്ന് 792 രോഗികളാണുള്ളത് എന്നുള്ളതും ഈ കണക്കിൽ നിന്ന് വ്യക്തമാണ്. 23 മരണമാണ് ഇന്ന് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ചു മരിച്ച ആകെ രോഗികളുടെ എണ്ണം 836 ഉയർന്നിട്ടുണ്ട്. ഇന്ന് 23 മരണങ്ങളിൽ 7 തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 30 പേർ മാത്രമാണ് വിദേശ രാജ്യങ്ങളിൽ തിരികെ എത്തിയവർ. 181 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ തിരികെ വന്നവരാണ്. സമ്പർക്ക വ്യാപനം അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 7527 പേർക്കാണ് സംസ്ഥാനത്ത് ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗം വ്യാപിച്ചത്. അതിൽ തന്നെ 716 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല എന്ന കണക്കുമുണ്ട്. സമ്പർക്ക രോഗികളിലും കൂടുതൽ കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ്. കോഴിക്കോട് ജില്ലയിൽ 1081 പേർക്ക് ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ 943 പേർക്കും, എറണാകുളം ജില്ലയിൽ 819 പേർക്കും ഇന്ന് സമ്പർക്കത്തിലൂടെ തന്നെയാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൊല്ലത്ത് 843 പേർക്കും, തൃശ്ശൂരിൽ 791 പേർക്കും, മലപ്പുറത്ത് 721 പേർക്കും, ആലപ്പുഴയിൽ 520 പേർക്കും ഇന്ന് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. കോട്ടയത്ത് 466 പേർക്കും, കണ്ണൂരിൽ 359 പേർക്കും, പാലക്കാട് 328 പേർക്കും. കോവിഡ് ബാധിതരായ ആരോഗ്യപ്രവർത്തകർ കൂടുതൽ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ 27 ആരോഗ്യപ്രവർത്തകർക്ക് ഇന്ന് കോവിഡ് ബാധിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ 21 പേർക്കും, എറണാകുളം ജില്ലയിലെ 14 പേർക്കും, കൊല്ലം ജില്ലയിലെ 12 പേർക്കും ഇന്ന് കോവിഡ് ബാധിച്ചിട്ടുണ്ട്. കൂടാതെ കോഴിക്കോട് ജില്ലയിലെ 11 പേർക്കും, കോട്ടയം ജില്ലയിലെ 4 ആരോഗ്യപ്രവർത്തകർക്കും, മലപ്പുറം ജില്ലയിലെ 3 ആരോഗ്യപ്രവർത്തകർക്കും ഇന്ന് കോവിഡ് ബാധിച്ചു. പത്തനംതിട്ട ജില്ലയിലെ 2, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, വയനാട്, കാസർഗോഡ് ജില്ലയിലെ 1 ആരോഗ്യപ്രവർത്തകർക്ക് വീതവും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. ഇന്ന് രോഗമുക്തി നേടിയവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് ഈ രീതിയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ 880 പേർ രോഗമുക്തി നേടി. കൊല്ലത്ത് 400 പേരും, പത്തനംതിട്ടയിൽ 167 പേരും, ആലപ്പുഴയിൽ 608 പേരും ഇന്ന് രോഗമുക്തരായിട്ടുണ്ട്. കോട്ടയത്ത് 318 പേരും, ഇടുക്കിയിൽ 80, എറണാകുളത്ത് 405, തൃശ്ശൂരിൽ 260 പേർ ഇന്ന് രോഗമുക്തി നേടി. പാലക്കാട് 217, മലപ്പുറത്ത് 715, കോഴിക്കോട് 402 പേരും ഇന്ന് രോഗമുക്തി നേടിയിട്ടുണ്ട്. വയനാട് 97, കണ്ണൂരിൽ 109, കാസർഗോഡ് 193 പേരും ഇന്ന് രോഗമുക്തി നേടിയിട്ടുണ്ട്. ഇനി കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 84,497 ഇതുവരെ 1,44,471 പേർ കോവിഡ് മുക്തരായി ആശുപത്രി വിട്ടിട്ടുണ്ട്. 7 പുതിയ പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തി. 5 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ ആകെ എണ്ണം അത് 725 ഉമേഷ്, 23 മരണമാണ്. കഴിഞ്ഞ ദിവസങ്ങളെ പോലെ തന്നെ മരണം കുറയ്ക്കാനുള്ള നിർദ്ദേശമാണ്, അല്ലെങ്കിൽ അത്തരമുള്ള ജാഗ്രതയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ 20-ന് മുകളിലാണ് എല്ലാ ദിവസങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മരണം. ഇവരുടെ ആരോഗ്യനില, പ്രായം, ഏതൊക്കെ രീതിയിലാണ് ആശങ്ക ഉയരുന്നത് ഇപ്പോൾ?
കഴിഞ്ഞ ദിവസങ്ങളിലും ആരോഗ്യമന്ത്രി തന്നെ, അതായത് ഒരാഴ്ച മുൻപ് ആരോഗ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഇത്തരത്തിൽ മരണം, കൂടുതൽ പേരെ ജീവൻ രക്ഷിക്കുക, കോവിഡ് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ പേരെ രോഗം ബാധിച്ചാലും അതിൽ പ്രായം കൂടിയവരും ഗുരുതര രോഗങ്ങളുള്ളവരുമാണ് മരണത്തിലേക്ക് നീങ്ങുന്നത്. ആ സാഹചര്യം ഒഴിവാക്കുക, അതിനുവേണ്ടിയുള്ള തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക, ഇതാണ് ആരോഗ്യവകുപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു രീതി. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ ഊന്നൽ നൽകുന്നതും. മരണങ്ങൾ കുറയ്ക്കുക. സംസ്ഥാനത്ത് ദേശീയ ശരാശരി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും 0.3% മാത്രമാണ് കോവിഡ് ബാധിച്ചവരിൽ മരിച്ചവർ. അതുകൊണ്ട് തന്നെ മരണനിരക്ക് കുറച്ചു നിർത്താൻ സംസ്ഥാനത്തിന് ഇപ്പോഴും ആയിട്ടുണ്ട്. അപ്പോഴും ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് അടക്കം വലിയ രീതിയിൽ ഉയരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലല്ല, മുൻപ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 5-ൽ താഴെയായി നിർത്തണമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ പോലും സംസ്ഥാനത്ത് ഇപ്പോൾ പല ഘട്ടങ്ങളിലായി 10-ന് മുകളിൽ പോകുന്നു. പല ജില്ലകളിലും, അതായത് മലപ്പുറം, തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലെല്ലാം ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് വലിയ രീതിയിൽ ഉയരുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോവിഡ് കേരളത്തിൽ സമൂഹത്തിൽ കോവിഡ് എല്ലാ ജില്ലകളിലും ഒരുപോലെ വ്യാപിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ ആനുപാതികമായി ജനസംഖ്യ കൂടുതലുള്ള ജില്ലകളിലും അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളിലും കേന്ദ്രീകരിച്ച് കോവിഡ് വലിയ രീതിയിൽ വ്യാപിക്കുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോവിഡ് വ്യാപിച്ചാലും ഇത്തരത്തിൽ ICU-യിൽ പ്രവേശിക്കേണ്ട രോഗികൾക്ക് ICU കിട്ടാത്ത സാഹചര്യം ഉണ്ടാകരുത്. വെന്റിലേറ്റർ പ്രവേശിക്കേണ്ട രോഗികൾക്ക് വെന്റിലേറ്റർ കിട്ടാത്ത സാഹചര്യം ഉണ്ടാകരുത്. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളുമായി ഒരുക്കി മുന്നോട്ട് പോവുകയാണ്. നിലവിൽ ഇപ്പോഴും സംസ്ഥാനത്ത് ഇത്തരത്തിൽ ICU വെന്റിലേറ്റർ സൗകര്യങ്ങൾ 50%-ലധികം ഒഴിഞ്ഞുകിടക്കുക തന്നെയാണ്. അതുകൊണ്ട് അത്തരത്തിൽ ആർക്കും ഇതുവരെ ചികിത്സ കിട്ടാതെ, അതായത് മുംബൈയിലും ചെന്നൈയിലും അടക്കം ഇത്തരത്തിൽ വെന്റിലേറ്റർ കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു, ICU കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യങ്ങൾ ഉടനൊന്നും സംസ്ഥാനത്തുണ്ടാകില്ല. അതിനുള്ള സജ്ജീകരണങ്ങളുണ്ട്. കൂടാതെ കോവിഡ് ബെഡുകളും ആശുപത്രികളിലെ ബെഡുകളും കൂടുതൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. കാരണം കോവിഡ് ചികിത്സ രോഗലക്ഷണങ്ങൾ കുറവുള്ളവരെയും രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരെയും വീട്ടിൽ ചികിത്സിച്ച് തുടങ്ങിയതോടുകൂടി സംസ്ഥാനത്തെ കോവിഡ് ആശുപത്രികളിലെ ബെഡുകളും വലിയ രീതിയിൽ ഒഴിഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നവർക്ക് മികച്ച ചികിത്സ നൽകാൻ കഴിയുന്നുണ്ട് എന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് VR കാർത്തികം ചേരുന്നു. കാർത്തിക്, തലസ്ഥാനത്ത് ഇന്നും 1000 കടന്നിരിക്കുന്നു കോവിഡ് പ്രതിദിന കണക്കുകൾ. അതോടൊപ്പം തന്നെ മരണവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ. എത്രത്തോളം ആശങ്ക തുടരുകയാണ് തലസ്ഥാന നഗരി? അപർണ, ഇന്ന് റിപ്പോർട്ട് ചെയ്ത 23 മരണങ്ങളിൽ 8 തിരുവനന്തപുരം ജില്ലയിലുള്ളതാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം. പുറത്തു വന്ന കണക്കുകൾ അതാണ് വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം പേരികാവ് സ്വദേശി കൃഷ്ണൻ നായർ, ആനയറ സ്വദേശി അശോകൻ, വേളി സ്വദേശി ജോസഫൈൻ, അതോടൊപ്പം തന്നെ പാറശാല സ്വദേശി രാജയ്യൻ, ഇവർ തുടങ്ങി 8 പേരുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ച 8 പേരുടെ മരണകാരണം കോവിഡ് പോസിറ്റീവാണ് എന്ന് സ്ഥിരീകരിക്കുന്നു. 1119 പേർക്കാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. ഇതിൽ 943 സമ്പർക്കം വഴിയാണ് രോഗബാധ ഉണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 21 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി ജില്ലയിൽ രോഗം ബാധിച്ചിരിക്കുന്നു. അനുദിനം ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് പോസിറ്റീവ് കേസ് ആകുന്നതിന് സാധ്യത കൂടുന്നു. അതോടൊപ്പം തന്നെ അത്തരത്തിൽ പോസിറ്റീവ് ആകുന്ന ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണത്തിലും വലിയ വർധന ഉണ്ടാകുന്നു. ഏതായാലും ഇന്നത്തെ കണക്കുകൾ കൂടി പുറത്തു വന്നതോടെ ജില്ലയിൽ 12,594 പേരാണ് ആകെ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ ഉള്ളത്. തിരുവനന്തപുരം നഗരസഭയിൽ അടക്കം 7 കൗൺസിലർമാർക്ക് കൂടി ഇന്ന് കോവിഡ് സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. തിരുവനന്തപുരം നഗരപരിധിയിലെ കോർപ്പറേഷൻ പരിധിയിലെ കൂടുതൽ വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കി. പ്രത്യേകിച്ച് നെടുങ്കാട്, കാഞ്ഞിരമ്പാറ അടക്കമുള്ള പ്രദേശങ്ങളിൽ പൂർണ്ണതോതിൽ കണ്ടെയ്ൻമെന്റ് സോണാക്കാനാണ് ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഏതായാലും ആശങ്കാജനകമാം വിധം ഉയരുകയാണ് തലസ്ഥാന നഗരത്തിലെ കോവിഡ് വ്യാപനം. ഈ പശ്ചാത്തലത്തിൽ സ്പെഷ്യൽ സ്ക്വാഡുകൾക്ക് രൂപം നൽകാൻ തിരുവനന്തപുരം നഗരസഭ തീരുമാനിച്ചു. നാളെ മുതൽ കൂട്ടം കൂടുന്ന സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് മാർക്കറ്റുകളിലെ വിവിധ കടകളിൽ പല സമയങ്ങളിലും കൂട്ടം കൂടുന്നത് ഇപ്പോഴും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് എന്നാണ് തിരുവനന്തപുരം നഗരസഭ അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ സ്പെഷ്യൽ സ്ക്വാഡുകൾക്ക് രൂപം നൽകി. ഇത്തരത്തിൽ ആൾക്കൂട്ടം ശ്രദ്ധയിൽപ്പെടുന്ന കടകൾക്ക് നോട്ടീസ് പോലും നൽകാതെ പൂട്ടിക്കാനാണ് നിർദ്ദേശം. അത്തരത്തിൽ കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങളിലൂടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കാനാണ് തീരുമാനം. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഷഹീദ് നമുക്കൊപ്പം ചേരുന്നു. ഷഹീദ്, കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുള്ള ദിവസം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാമമാത്രമായ ഒരു കുറവ് ഇടയ്ക്ക് വന്നതാണ്. വീണ്ടും 1000 കടന്നിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. വിശദാംശങ്ങൾ. അപർണ, 1164 പോസിറ്റീവ് കേസുകളാണ് കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വലിയ ഉയർന്ന കണക്ക് തന്നെയാണിത്. തുടർച്ചയായി ദിവസങ്ങളിലായി ഇപ്പോൾ 1000 കവിഞ്ഞ കണക്കുകളാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നും പുറത്തു വരുന്നത്. ഇന്ന് റിപ്പോർട്ട് ചെയ്ത 1164 പേരിൽ 1081 പേരും
സമ്പർക്കത്തിലൂടെ രോഗബാധിതരായവരാണ്. ഇതിൽ തന്നെ ഭൂരിപക്ഷം പേരും കോർപ്പറേഷൻ പരിധിയിലുള്ളതാണ് എന്നും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. നഗരം കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ആളുകൾ കോവിഡ് പകരുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന കണക്കുകളിൽ നിന്നും വ്യക്തമായിരുന്നു. ഒപ്പം ആരോഗ്യ പ്രവർത്തകർക്ക് 11 പേർക്ക് ബാധിച്ചിട്ടുണ്ട്. ഒപ്പം ഇന്ന് 402 പേർക്ക് കോവിഡ് നെഗറ്റീവ് ആവുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ജില്ലയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്കുകൾ ഇനിയും PRD ലഭ്യമാക്കിയിട്ടില്ല. ഏതൊക്കെ മേഖലയിലാണ് കൂടുതൽ ഇന്നത്തെ കണക്കിൽ ആശങ്കയുള്ളതെന്ന് ലഭ്യമായിട്ടില്ല. പക്ഷേ ഇന്നലെ കർഫ്യൂ നിലവിൽ വന്നത് മുതൽ തന്നെ കർശനമായ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ചും നഗരത്തിലെ മാർക്കറ്റുകളിലും തീരമേഖലകളിലും ഇവിടെയാണ് വലിയ തോതിലുള്ള കോവിഡ് പോസിറ്റീവുകൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത്. ഈ മേഖലയിൽ കർശനമായ നടപടികൾ പോലീസ് എടുക്കുന്നുണ്ട്. ആൾക്കൂട്ടം ഏതെങ്കിലും തരത്തിൽ ആൾക്കൂട്ടം ഉണ്ടെങ്കിൽ അവരെ ഫലം പ്രയോഗിച്ച് മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ന് 11 കേസുകളാണ് ഈ കോവിഡ് നിയമലംഘനവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 7 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 9 വാഹനങ്ങൾ നിയമലംഘിച്ചതിനെ തുടർന്ന് പിടിച്ചെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കർശനമായ പരിശോധനകളുണ്ട്. പക്ഷേ കോവിഡിന്റെ നിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യം ഇപ്പോഴും ജില്ലയെ ആശങ്കയിലാക്കുന്ന സാഹചര്യമുണ്ട്. ടെസ്റ്റ് പോസിറ്റീവ് നിരക്കും വലിയ ഉയർന്ന തോതിലാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. ഇതും ആശങ്കയുണ്ടാക്കുന്നതാണ്. കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് 4% ഇപ്പോൾ അത് 14-15%-ാണുള്ളത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, 2 ദിവസത്തെ കണക്ക് പ്രകാരം 2087 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. ഉയർന്ന നിരക്കിലേക്ക് കോവിഡ് വ്യാപന നിരക്കാണ് കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ 952 പേർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. വിനീതയും വിശദാംശങ്ങളുമായി ചേരുന്നു. വിനീത, ഏത് രീതിയിലാണ് കഴിഞ്ഞ ദിവസത്തെ നിരക്കുമായി താരതമ്യപ്പെടുത്തേണ്ടത്? കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ജില്ലയിൽ? എറണാകുളം ജില്ലയിൽ ഇന്ന് 952 പേർക്കാണ് കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്കും സമ്പർക്കത്തിലൂടെ തന്നെയാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നലെയും ഇന്നുമായി ജില്ലയിൽ ഈ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്തവർക്കെതിരെ നിരവധി കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 116 കേസുകളാണ് ഇത്തരത്തിൽ സാമൂഹിക അകലം പാലിക്കാത്ത രീതിയിൽ ആളുകൾക്കെതിരെ എടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ മാസ്ക് ധരിക്കാത്തവർക്കെതിരെ 44 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ജില്ലാ കളക്ടറിന്റെയും മറ്റും നേതൃത്വത്തിൽ കൂടുതൽ പരിശോധനകൾ തന്നെയാണ് ജില്ലയിൽ പുരോഗമിക്കുന്നത്. കൂടുതൽ ആളുകൾ വന്നു പോകുന്ന ഇടങ്ങളിലൊക്കെ തന്നെ പോലീസിന്റെയും മറ്റും നേതൃത്വത്തിൽ അവർ പരിശോധനകൾ അടക്കം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെ വെച്ച് നോക്കുമ്പോൾ എറണാകുളം ജില്ലയിൽ 2 ദിവസങ്ങളിലായി വന്ന കണക്കുകൾ പ്രകാരമാണ് ഏതാണ്ട് 1000-ന് മുകളിൽ രോഗികളുടെ എണ്ണം വന്നത്. ഇന്ന് 952 പേർക്കാണ് രോഗം ജില്ലയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 14 ആരോഗ്യ പ്രവർത്തകർക്കും എറണാകുളം ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നൊരു പശ്ചാത്തലത്തിൽ കൂടുതൽ പരിശോധനകൾ കൂടി ജില്ലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 40 ഗ്രാമപഞ്ചായത്തുകളിൽ ഇത്തരത്തിൽ പ്രതിദിനം കേസുകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം കണ്ടെത്തിയിരുന്നു. അവിടെയൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി കൂടുതൽ പരിശോധനകൾ അടക്കം നടത്തുന്ന ഒരു സാഹചര്യം കൂടി ജില്ലയിലുണ്ട്. ജില്ലയുടെ ഔദ്യോഗിക കണക്കുകൾ ഇനി നമുക്ക് ലഭ്യമാകേണ്ടിയിരിക്കുന്നു. റൈറ്റ്, വിനീത വിശദാംശങ്ങൾ നൽകിയത്. 8553 പേർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുമ്പോൾ 4751 പേർക്കാണ് ഇന്ന് കോവിഡ് മുക്തിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരും നഴ്സുമാരും സമരം കൂടുതൽ ശക്തമാക്കുന്നു. സസ്പെൻഷൻ പിൻവലിച്ചില്ലെങ്കിൽ നാളെ മുതൽ OPയും ഓൺലൈൻ ക്ലാസുകളും ബഹിഷ്കരിച്ച് സമരം ശക്തമാക്കും. കോവിഡ് രോഗിയെ പുഴുവരിച്ച സംഭവത്തിൽ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തതിനെതിരെ ഇന്നലെ മുതലാണ് മെഡിക്കൽ കോളേജിൽ ജീവനക്കാർ സമരം ആരംഭിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കോവിഡ് നോഡൽ ഓഫീസറെയും 2 ഹെഡ് നഴ്സുമാരെയും സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് പിന്നാലെ നഴ്സുമാരും റിലേ സത്യാഗ്രഹ സമരം ആരംഭിച്ചു. സസ്പെൻഷൻ പിൻവലിച്ചില്ലെങ്കിൽ നാളെ രാവിലെ 2 മണിക്കൂർ OP ബഹിഷ്കരിക്കും. ഓൺലൈൻ ക്ലാസുകൾ ബഹിഷ്കരിക്കാനും തീരുമാനിച്ചു. ഞങ്ങളുടെ തീരുമാനം നാളെ രാവിലെ 8 മണി മുതൽ 10 മണി വരെ OP ബഹിഷ്കരിക്കുക. മെഡിക്കൽ കോളേജിൽ നടക്കുന്ന എല്ലാതരം അധ്യയന മുറകളും, അത് MBBS കുട്ടികളുടെയും PG കുട്ടികളുടെയും സൂപ്പർ സ്പെഷ്യാലിറ്റി കുട്ടികളുടെയും ഞങ്ങൾ ചെയ്യുന്ന പാരാക്ലിനിക്കലായിട്ടുള്ള ക്ലാസ്സുകളെല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഓൺലൈൻ ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ സ്റ്റോപ്പ് ചെയ്ത് സമരത്തിലേക്ക് കടക്കുകയാണ്. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ചൊവ്വാഴ്ച മുതൽ എല്ലാ മെഡിക്കൽ കോളേജുകളിലേക്കും സമരം വ്യാപിപ്പിക്കാനും ആലോചനയുണ്ട്. ഓൾ കേരള നഴ്സസ് യൂണിയൻ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് മുന്നിലാണ് സമരം ആരംഭിച്ചത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, അടിയന്തരമായിട്ട് നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി ഞങ്ങളെ മാത്രമായിട്ട് ചർച്ചയ്ക്ക് വിളിക്കണം. ഇതുവരെ ഞങ്ങളെ കേൾക്കാൻ തയ്യാറായിട്ടില്ല. ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കണം. ചർച്ചയ്ക്ക് വിളിച്ച് ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കണം. അപ്പോൾ ആരോഗ്യ പ്രവർത്തകരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ സമരം അടിയന്തരമായിട്ട് ഒത്തുതീർക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാവണം. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സമരം തുടരുമ്പോഴും വിശദമായ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കാതെ നടപടി പുനഃപരിശോധിക്കാനാകില്ല എന്ന നിലപാടിലാണ് ആരോഗ്യവകുപ്പ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറാണ് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ന്യൂസ് 18 തിരുവനന്തപുരം.
അടുത്ത ജൂലൈയോടെ 25 കോടി ജനങ്ങൾക്ക് കോവിഡിനെതിരായ വാക്സിൻ നൽകാനാകുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. എല്ലാ വിഭാഗം ജനങ്ങളിലും വാക്സിൻ എത്തിക്കാൻ ശ്രമിക്കും. ആരോഗ്യ പ്രവർത്തകർക്കാണ് ആദ്യം അത് നൽകുക. ഇന്ത്യയിൽ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിലെ വാക്സിൻ പരീക്ഷണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കെയാണ് ഡോക്ടർ ഹർഷവർദ്ധന്റെ പ്രതികരണം. രാജ്യത്താകെ വാക്സിൻ വിതരണം ചെയ്യാൻ 80,000 കോടി രൂപ വേണ്ടിവരുമെന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ ദിവസം സർക്കാരിനോട് പറഞ്ഞിരുന്നു. ഹത്രാസിൽ പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായെന്ന് മെഡിക്കോ ലീഗൽ റിപ്പോർട്ട്. പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായിട്ടില്ലെന്ന ഫോറൻസിക് റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളുന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നത്. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയെ ആദ്യം പ്രവേശിപ്പിച്ച അലിഗഡ് ആശുപത്രിയുടെ റിപ്പോർട്ടിലാണ് കൂട്ടബലാത്സംഗത്തിന് ഇരയായി എന്ന കണ്ടെത്തലുള്ളത്. പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായിട്ടില്ലെന്ന UP പോലീസിന്റെ ഫോറൻസിക് റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെ മെഡിക്കോ ലീഗൽ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളുന്നു. ഇതോടെ UP സർക്കാരും പോലീസും കൂടുതൽ സമ്മർദ്ദത്തിലായി. പെൺകുട്ടി പീഡനത്തിന് ഇരയായിട്ടില്ലെന്ന് വരുത്തി തീർക്കാനുള്ള പോലീസിന്റെ ശ്രമവും മൃതദേഹം കുടുംബത്തിന് വിട്ടുനൽകാതെ പുലർച്ചെ ദഹിപ്പിച്ച നടപടിയും വിവാദമായിരുന്നു. ഇതിനിടെ UP സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം പെൺകുട്ടിയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തു. पहले परिवार के और सदस्यों का लिया था. पिताजी की उस दिन तबीयत थोड़ी ठीक नहीं थी, वो थोड़ा सा तो इसलिए जो है उनका बयान बचा. സംഭവത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തിന് പിന്നാലെ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തി. പരിക്കേറ്റ പെൺകുട്ടിയെ ആശുപത്രിക്ക് മുന്നിൽ കിടത്തിയിരിക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത BJP IT സെൽ മേധാവി അമിത് മാളവ്യയുടെ നടപടിയും വിവാദമാകുന്നു. മാളവ്യയുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ പറഞ്ഞു. സംഭവത്തിൽ രാജ്യമാകെ പ്രതിഷേധം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പ്രിയങ്ക ഗാന്ധിയെ കയ്യേറ്റം ചെയ്തതിന് ക്ഷമ ചോദിച്ച് UP പോലീസ്. ഹത്രാസിലേക്കുള്ള യാത്രയ്ക്കിടെ നോയിഡയിൽ പോലീസുകാരൻ പ്രിയങ്കയുടെ വസ്ത്രം പിടിച്ചു വലിച്ചിരുന്നു. സംഭവം നടന്ന് 24 മണിക്കൂറിന് ശേഷമാണ് പോലീസിന്റെ നടപടി. അതിനിടെ ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദ് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. ഹത്രാസിൽ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം തുടരുന്നതിനിടെ ഉത്തർപ്രദേശിൽ ഒരു പെൺകുഞ്ഞുകൂടി പീഡനത്തിനിരയായി. അലിഗഡിൽ 4 വയസ്സുകാരിയാണ് പീഡനത്തിനിരയായത്. പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. കുട്ടിയെ പീഡിപ്പിച്ച പ്രതിയായ ബന്ധുവിനായി അന്വേഷണം ആരംഭിച്ചതായി ഉത്തർപ്രദേശ് പോലീസ് അറിയിച്ചു. സ്വർണ്ണക്കടത്തിന് ഉപയോഗിച്ചത് ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ലെന്ന് ആവർത്തിച്ച് കേന്ദ്രമന്ത്രി V. മുരളീധരൻ. നയതന്ത്ര ചാനൽ വഴി ഡിപ്ലോമാറ്റിന് വരുന്ന സ്വകാര്യ ബാഗേജുകൾ ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല. ന്യൂസ് 18 കേരളം എഡിറ്റർ പ്രദീപ് പിള്ളയുടെ വിത്ത് എഡിറ്റർ അഭിമുഖത്തിലായിരുന്നു മുരളീധരന്റെ പ്രതികരണം. ഒരു ഡിപ്ലോമാറ്റിന് വരുന്ന ഒരു പ്രൈവറ്റ് പാക്കറ്റ് അത് ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല എന്ന് എൻ്റെ സാക്ഷ്യപ്പെടുത്തൽ ആവശ്യമില്ല. ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്നുള്ളത് ഇന്ന് എല്ലാവരും ഒരു വാക്കിനെക്കുറിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടണമെങ്കിൽ എളുപ്പത്തിൽ നോക്കുന്നത് ഗൂഗിൾ സെർച്ച് ചെയ്യാണ്. ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം, ആ ഉത്തരം മാത്രം മതി. എൻ്റെ സാക്ഷ്യപ്പെടുത്തലേ ആവശ്യമില്ല. പക്ഷേ ഇത് ചെയ്തിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ പ്രചരണം നടത്തുന്നു? അതിൻ്റെ പിന്നിൽ ബോധപൂർവമായിട്ടുള്ള ശ്രമമുണ്ട്. കാരണം ഡിപ്ലോമാറ്റിക് ബാഗേജിൽ വന്നതാണെങ്കിൽ ഈ പറഞ്ഞ വ്യക്തികളൊക്കെ ഇവരാരും നേരിട്ട് ഉത്തരവാദികളല്ല. ഡിപ്ലോമാറ്റിക് ബാഗേജ് അയക്കുന്നത് ഒരു രാജ്യമാണ്. എന്ന് പറഞ്ഞാൽ UAE-യിൽ നിന്ന് സ്വർണം കള്ളക്കടത്തായിട്ട് ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി അയച്ചിട്ടുണ്ടെങ്കിൽ അതിന് ദ സുപ്രീം അതോറിറ്റി ഓഫ് UAE ആണ് അതിന് ഉത്തരവാദി. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിടിയിലാക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്കെല്ലാവർക്കും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പഴുതൊരുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി ഈ പ്രചരണം നടത്തുന്നത്. അതുതന്നെയാണ് എനിക്ക് അവർക്ക് ഈ കേസുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സംശയമുണ്ടാക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംശയ നിഴലിലാണെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ. മുഖ്യമന്ത്രി മോചിതനായി എന്ന വാദം ശരിയല്ല. പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കരന്റെ നിയമനം തന്നെ ദുരൂഹമാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് IT വകുപ്പിന്റെ ചുമതല കൂടി നൽകിയത് അസാധാരണ നടപടിയാണ്. ശിവശങ്കറുമായി മുഖ്യമന്ത്രിക്കുള്ളത് കേവലം ഔദ്യോഗിക ബന്ധമല്ലെന്നും മുരളീധരൻ പറഞ്ഞു. ഇതിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു സാധാരണ ഉദ്യോഗസ്ഥനായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം സംസ്ഥാന ഭരണത്തെ പരിപൂർണമായിട്ടും നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രിക്ക് ഉദ്യോഗസ്ഥ സംവിധാനത്തിലേക്കുള്ള ഒരു ലിങ്കാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി. അതിൽ ഏറ്റവും സംശയകരമായിട്ടുള്ളൊരു കാര്യം, മറ്റു പല സംസ്ഥാനങ്ങളിലും പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ ഒരു അഡീഷണൽ ചാർജ് വഹിക്കാറില്ല എന്നാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ പല മുഖ്യമന്ത്രിമാരും തന്നെ പറഞ്ഞിട്ടുള്ളത്. അത് മറ്റു വകുപ്പുകളുടെ ഇവിടെ പ്രിൻസിപ്പൽ സെക്രട്ടറി IT-യുടെയും കൂടി ചാർജ് വഹിക്കുന്ന ഒരാളായിരുന്നു.
എന്തിനത് ചെയ്തു? അത്രയും വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ ഇദ്ദേഹത്തെ ഈ 2 വകുപ്പിൻ്റെ 2 കാര്യങ്ങളുടെ ചുമതല ഏൽപ്പിച്ചത്. അങ്ങനെയുള്ള ഒരാൾ ഇതുപോലത്തെ ഒരു കാര്യത്തിൽ പെടുമ്പോൾ മുഖ്യമന്ത്രിയുടെ ബന്ധങ്ങൾ, ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധം, അത് കേവലം ഔദ്യോഗിക തലത്തിലുള്ളതായിരുന്നു എന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത് വരുമ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി സംശയത്തിൻ്റെ നിഴലിലാണ്. അതിൽ നിന്ന് അദ്ദേഹം വിമുക്തനായി എന്ന് എനിക്കിപ്പോഴും അഭിപ്രായമില്ല. രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധി നടത്തിയത് പതിവ് നാടകമാണ്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് യാത്ര ചെയ്തതിനാണ് രാഹുൽ ഗാന്ധിയെ തടഞ്ഞത്. മറിഞ്ഞ് വീണതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുമുണ്ടെന്നും വി മുരളീധരൻ ന്യൂസ് 18നോട് പറഞ്ഞു. എപ്പിഡമിക് ആക്ട് അനുസരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ പാലിക്കണം എന്ന് രാഹുൽ ഗാന്ധിയോട് അഭ്യർത്ഥിച്ചു. പലതവണ അഭ്യർത്ഥിച്ചതിന് ശേഷവും അദ്ദേഹം കൂട്ടാക്കാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹത്തോട് മുന്നോട്ട് പോകരുത് എന്നാവശ്യപ്പെട്ടത്. അതാവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അതിന് അംഗീകരിച്ചില്ല. വീണതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. അത് തള്ളിയിട്ടതാണോ, അതൊരു പൊളിറ്റിക്കൽ ഡ്രാമയായിരുന്നു. കാരണം രാഹുൽ ഗാന്ധി അങ്ങനെയുള്ള ധാരാളം നാടകങ്ങൾ നടത്തുന്ന ആളാണ്. നേരത്തെയും ഒരു തവണ ഒരു പൊതുയോഗത്തിൽ ഞാൻ പാവപ്പെട്ടവനാണെന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ കൈയിട്ടിട്ട് കീറിയ പോക്കറ്റിൻ്റെ ഉള്ളിലൂടെ കൈ പുറത്തേക്ക് കാണിച്ച ഒരാളാണ്. കേരളത്തിൽ പല സ്ഥലത്തും ചായക്കടയിൽ കയറിയിട്ട് ചായ കുടിക്കുക, ഇങ്ങനെയുള്ള നാടകങ്ങൾ. പക്ഷേ ആ നാടകങ്ങളൊന്നും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് 2019 തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജനങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് കാണിച്ചത്. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പഞ്ചാബിൽ രാഹുൽ ഗാന്ധിയുടെ ട്രാക്ടർ റാലിക്ക് തുടക്കം. കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പാർലമെന്റ് പാസാക്കിയ കർഷക നിയമങ്ങൾ റദ്ദാക്കുമെന്ന് രാഹുൽ പറഞ്ഞു. ട്രാക്ടർ റാലിയുമായി മറ്റന്നാൾ ഹരിയാനയിലേക്ക് പ്രവേശിക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനമെങ്കിലും അനുമതി നൽകില്ലെന്ന് സംസ്ഥാനം ഭരിക്കുന്ന BJP സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. ട്രെയിൻ തടയൽ സമരമടക്കം പാർലമെന്റ് പാസാക്കിയ കർഷക നിയമത്തിനെതിരെ പഞ്ചാബിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. കർഷക സമരത്തിന് പിന്തുണയുമായാണ് രാഹുൽ ഗാന്ധി പഞ്ചാബിലെത്തിയത്. മോഗ, ലുധിയാന, സംഗ്രൂർ, പട്ടിയാല തുടങ്ങി മാൾവ മേഖലയിലൂടെയാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രാക്ടർ റാലി പര്യടനം നടത്തുന്നത്. മോഗ ജില്ലയിലായിരുന്നു ആദ്യ പൊതുയോഗം. കോവിഡ് വ്യാപനത്തിനിടെ രാജ്യസഭയിലോ ലോക്സഭയിലോ ചർച്ച ചെയ്യാതെയാണ് ധൃതി പിടിച്ച് ബില്ലുകൾ പാസാക്കിയത്. കർഷകർക്ക് വേണ്ടിയാണ് നിയമമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. കർഷകർ സന്തുഷ്ടരാണെങ്കിൽ പിന്നെ എന്തിനാണ് അവർ രാജ്യമെമ്പാടും പ്രതിഷേധിക്കുന്നത്? കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വന്നാൽ നിയമം റദ്ദാക്കുമെന്നും രാഹുൽ. जिस दिन कांग्रेस पार्टी की सरकार आएगी उस दिन हम इन 3 काले कानूनों को रद्द करके खत्म करके वेस्ट पेपर बास्केट में फेंक देंगे. മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്, PCC അധ്യക്ഷൻ സുനിൽ ജാക്കർ, നവജോത് സിംഗ് സിദ്ധു തുടങ്ങിയ നേതാക്കൾ രാഹുലിനൊപ്പം റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. 3-ാം ദിവസമായ ചൊവ്വാഴ്ച പട്ടിയാല അതിർത്തി വഴി ഹരിയാനയിലേക്ക് റാലിയുമായി പ്രവേശിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. എന്നാൽ റാലിക്ക് അനുമതി നൽകില്ലെന്ന നിലപാടിലാണ് ഹരിയാന സർക്കാർ. उनके पास कोई काम है नहीं राहुल गांधी के पास, तो इसलिए उनको कोई काम ढूंढने होते हैं, ढूंढ के आते हैं. अब जो विषय आएगा, हमारे पास अभी कोई उनका कार्यक्रम नहीं आया है, वो भी पंजाब का कार्यक्रम उनका आया है. नेशनल डेस्क न्यूज़ 18. ബീഹാറിൽ NDAയിൽ വിള്ളൽ. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാനില്ലെന്നും ഒറ്റയ്ക്ക് മത്സരിക്കാനുമാണ് രാംവിലാസ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയുടെ തീരുമാനം. JDUവിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്താനും LJPയിൽ ധാരണയായി. ആകെയുള്ള 243 സീറ്റുകളിൽ JDU 124 സീറ്റിലും BJP 119 സീറ്റിലും മത്സരിക്കാൻ ധാരണയായിരുന്നു. ജിതൻ റാം മഞ്ജുയുടെ ഹിന്ദുസ്ഥാനി ആവാം മോർച്ച JDUവിന്റെ സീറ്റുകളിൽ നിന്നാകും മത്സരിക്കുക. ഉൾപാർട്ടി കലാപങ്ങൾക്കൊടുവിൽ സർക്കാരിനെതിരായ സമരനയം മാറ്റിപ്പിടിക്കാൻ UDF. പ്രത്യക്ഷ സമരത്തിൽ നിന്ന് പിന്മാറിയാൽ BJP മുതലെടുപ്പ് നടത്തുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഈ മാസം 12-ന് 5 പേരെ അണിനിർത്തി നിയോജക മണ്ഡലങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ പ്രത്യക്ഷ സമരങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന പ്രഖ്യാപനത്തിൽ നിന്ന് UDF മെല്ലെ പിന്നോട്ട് പോവുകയാണ്. സർക്കാരിനെതിരായ സമരങ്ങൾ UDF അവസാനിപ്പിക്കുന്നു എന്ന പൊതുവികാരമുണ്ടായ സാഹചര്യത്തിലാണ് തീരുമാനം. പാർട്ടിക്കകത്ത് രഹസ്യമായും മുരളീധരനെ പോലുള്ള നേതാക്കൾ പരസ്യമായും സമരം നിർത്തിയതിനെതിരെ രംഗത്തെത്തിയിരുന്നു. പകുതി വഴിക്ക് സമരം നിർത്തിപ്പോകുന്നത് എതിർ പ്രചാരണങ്ങൾക്ക് ബലം പകരുമെന്ന് പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും പ്രതിഷേധ സ്വരങ്ങൾ ശക്തിപ്പെട്ടു. ഇതോടെയാണ് സമരനയം മാറ്റിപ്പിടിക്കാൻ UDF തീരുമാനിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട 12-ന് നിയോജക മണ്ഡലങ്ങളിൽ സമരം നടത്തും.
5 പേര് പങ്കെടുത്ത് 5 പേരിൽ കൂടുതൽ കൂടാൻ പാടില്ല എന്നുള്ള സർക്കാരിന്റെ ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ്. അതാ ഞാൻ പറഞ്ഞത്, പ്രകടനം പാടില്ല, അഭിവാദ്യം അർപ്പിക്കാൻ പാടില്ല, ആൾക്കൂട്ടം പാടില്ല. 5 പേർ. കർശനമായ നിർദ്ദേശം ഞങ്ങൾ കീഴടങ്ങൾക്ക് കൊടുത്തു. സമരങ്ങളിൽ ഇടതുമുന്നണിയുമായി UDF ഒത്തുകളിക്കുകയാണെന്ന ആക്ഷേപം BJP ശക്തമാക്കി കഴിഞ്ഞു. സർക്കാരിനെതിരായ സമരം തുടരുമെന്ന് സുരേന്ദ്രൻ പ്രഖ്യാപിച്ചതും BJP കളം പിടിക്കുമെന്ന സംശയം ബലപ്പെടുത്തി. UDFന്റെ സമരങ്ങൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതിനൊപ്പം പാർട്ടിയും മുന്നണി സംവിധാനവും സജീവമാകുന്നതിനും സഹായകമായി എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തീരുമാനം. തോൽവി ഭയന്ന് UDF സമരമുറകൾ വച്ചൊഴിഞ്ഞെന്ന് CPM-ഉം പരിഹസിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഐഫോൺ വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല യൂണിറ്റാക് MD സന്തോഷിപ്പിന് നാളെ വക്കീൽ നോട്ടീസ് അയക്കും. അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനും ആലോചനയുണ്ട്. വിവാദ ഐഫോണുകൾ ഉപയോഗിക്കുന്നവരെ കണ്ടെത്തണമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം. സ്മിത മേനോൻ വിവാദത്തിൽ വാർത്താ സമ്മേളനത്തിനിടെ പറഞ്ഞത് തിരുത്തി കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സ്മിത മേനോന് വിദേശ പരിപാടിയിൽ പങ്കെടുക്കാൻ ആരനുമതി നൽകിയെന്നും അനുമതി നൽകാൻ താനല്ലല്ലോ പരിപാടി സംഘടിപ്പിച്ചതെന്നുമായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് മന്ത്രിയുടെ ആദ്യത്തെ പ്രതികരണം. ഞാനല്ലല്ലോ പരിപാടി സംഘടിപ്പിക്കുന്നത്. അത് ഒന്നും കൂടി വായിച്ചു നോക്കി, ഞാനത് നോക്കാം ഫേസ്ബുക്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ അവർക്ക് തന്നെ വിളിച്ചു വെച്ചാൽ പറയും. അല്ല, ഞാനെങ്ങനെ അനുമതി കൊടുക്കുക? ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിൽ അവർക്ക് മാത്രമായിട്ട് അനുമതി കൊടുത്തു എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള എന്നാൽ സ്മിത മേനോന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ സൂചിപ്പിച്ചതോടെ പോസ്റ്റ് വായിച്ച മന്ത്രി വാദം തിരുത്തി. കേരളത്തിൽ നിന്നുള്ള പ്രമുഖ ചാനലുകളും സമാപന ദിവസം വന്ന് കവർ ചെയ്യും. അതിൽ അതുണ്ട്, അത് സംഭവിച്ചു. അല്ല, അപ്പൊ അവർക്ക് മാത്രമല്ലല്ലോ. എന്റെ ചോദ്യം നിങ്ങളോടുള്ള ചോദ്യം, ആ ചോദ്യത്തിന് മറുപടി പറയും എന്ന് കരുതിയാണ് ചോദിച്ചത്. മീഡിയ അന്വേഷിച്ച ശേഷം സമാപന ദിവസം വന്നോളാൻ അനുവാദം തന്നു. ഇതെല്ലാം മുരളിയേട്ടൻ ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താ മീഡിയ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മൃതദേഹം മാറി നൽകി. കോവിഡ് ബാധിതനായ അജ്ഞാതന്റെ മൃതദേഹം വെണ്ണിയൂർ സ്വദേശിയുടേതെന്ന പേരിൽ മോർച്ചറിയിൽ നിന്ന് വിട്ടുകൊടുത്തു. സംസ്കരിക്കുന്നതിന് തൊട്ടു മുൻപാണ് മൃതദേഹം മാറിയെന്നറിഞ്ഞത്. വെണ്ണിയൂർ സ്വദേശിയുടെ മകനായിരുന്നു മൃതദേഹം തിരിച്ചറിഞ്ഞത്. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ RMOയോട് റിപ്പോർട്ട് തേടി. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മോഹിനിയാട്ടം കലാകാരനും കലാഭവൻ മണിയുടെ സഹോദരനുമായ RLV രാമകൃഷ്ണന്റെ ആരോഗ്യനില തൃപ്തികരം. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറിയും ചെയർപേഴ്സണുമാണ് ആത്മഹത്യയ്ക്ക് ഉത്തരവാദിയെന്ന രാമകൃഷ്ണന്റെ കുറിപ്പും പുറത്തുവന്നു. രാമകൃഷ്ണനുമായി സംസാരിച്ചിട്ടില്ലെന്ന സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ KPC ലളിതയുടെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന ശബ്ദരേഖയും പുറത്തായി. സംഗീത നാടക അക്കാദമിയിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ധർണ നടത്തിയതിന് പിന്നാലെ ഇന്നലെയാണ് അമിത അളവിൽ ഉറക്കഗുളിക കഴിച്ച് രാമകൃഷ്ണൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ചികിത്സയിൽ കഴിയുന്ന രാമകൃഷ്ണന്റെ ആരോഗ്യനില തൃപ്തികരമാണെങ്കിലും ഒരു ദിവസം കൂടി നിരീക്ഷണത്തിൽ തുടരണം. അതിനിടെ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറിയുടെയും അധ്യക്ഷയുടെയും പീഡനം സഹിക്കാൻ വയ്യെന്നും ജാതി വിവേചനമില്ലാത്ത കലാലോകമുണ്ടാകട്ടെ എന്നും ചൂണ്ടിക്കാട്ടി രാമകൃഷ്ണൻ എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നു. നൃത്തം അവതരിപ്പിക്കാൻ അവസരം നൽകാമെന്നും ഇക്കാര്യം അക്കാദമി സെക്രട്ടറിയുമായി സംസാരിച്ചുവെന്നും KPSC ലളിത രാമകൃഷ്ണനോട് പറയുന്ന ഫോൺ സംഭാഷണവും പുറത്തായി. ഇത്തരത്തിൽ ഒരു സംസാരമുണ്ടായിട്ടില്ലെന്നായിരുന്നു KPSC ലളിതയുടെ വാദം. രാമകൃഷ്ണൻ, ഞാൻ ലളിതയാണോ? ഞാനിപ്പോ തന്നെ രാധാകൃഷ്ണൻ സാറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപേക്ഷ അയച്ചോളൂ, ഇന്ന് തന്നെ അയച്ചോളൂ, സ്പീഡ് പോസ്റ്റിൽ അയച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാര്യം ഞാൻ പറഞ്ഞു. സംഭവത്തെ നിയമപരമായി നേരിടാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഇങ്ങനെ ഒരു അവസ്ഥയിൽ വരാനായിട്ട് പാടില്ല. നിയമപരമായിട്ട് മുന്നോട്ട് പോകും. രാമകൃഷ്ണന് പിന്തുണയുമായി ബാലചന്ദ്രൻ ചുള്ളിക്കാടും രംഗത്തെത്തി. അപമാനിതനായ കലാകാരന്റെ വേദനയും സങ്കടവും സർക്കാരിനെതിരെയല്ല, അക്കാദമി ഭാരവാഹികളുടെ ജാതി വിവേചനത്തിനും ദുഷ്പ്രഭുത്വത്തിനും എതിരെയാണെന്ന് മനസ്സിലാക്കുന്നുവെന്ന് ചുള്ളിക്കാട് ഫേസ്ബുക്കിൽ കുറിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് SSC മോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും നടത്തി. ന്യൂസ് 18 തൃശൂർ.